എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. ഫ്രഷ് ആയിട്ട് കുറച്ചധികം ബീട്രൂട്ട് കിട്ടിയപ്പോൾ ചെയ്തൊരു റെസിപ്പിയാണ്. എല്ലാവരും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്തൊരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് മേടിച്ചൊരു ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഈ ബീട്രൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയ ക്യൂബ്സായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ നീളത്തിൽ കനം കുറച്ച് അരിയാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് അരിയുമ്പോഴാണ് ഒന്നുകൂടെ നല്ലത്. ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. വഴട്ടിയൊന്ന് മാറ്റി വെച്ചിട്ടാണ് നമ്മളിനി അച്ചാറാക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണയായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മളിവിടെ വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ ബീട്രൂട്ട് വഴട്ടിയെടുക്കാനായിട്ട് പോകുന്നത്. വലിയൊരു ചീനിച്ചട്ടിയിലേക്ക് ബീട്രൂട്ട് അരിഞ്ഞതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ബീട്രൂട്ട് ഇടുന്ന വഴി തന്നെ ഇതിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങി വരും. ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടിത് വഴട്ടി എടുക്കണം. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അത് പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വഴണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിൽ എണ്ണയോട് കൂടി തന്നെ കോരി മാറ്റി വെക്കാം. നമ്മളെടുക്കുന്ന പാത്രത്തിൽ വെള്ളമയമൊന്നും പാടില്ല. അപ്പോൾ എണ്ണയും ഉപ്പും ഒക്കെ ഇച്ചിരി കൂടുതൽ വേണം അച്ചാറിന്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി അതേ പാത്രത്തിൽ തന്നെ നമ്മൾ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. നല്ലെണ്ണ എന്ന് പറയുന്നത് എള്ളെണ്ണയാണ്, സിസ്മി ഓയിൽ. അപ്പോൾ അത് ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിനി ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ബീട്രൂട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മളിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കുടം വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം പീസ് ഇഞ്ചി കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക് അല്ലാന്നുണ്ടെങ്കിൽ കാന്താരി മുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കാന്താരി മുളക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാന്താരി മുളക് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് പൊട്ടിത്തെറിക്കുമ്പോൾ ഒന്ന് അടച്ചു വെക്കാൻ മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ കണ്ണിലൊക്കെ തെറിച്ച് വീണാൽ നീറും. അപ്പോൾ നമ്മുടെ കാന്താരി മുളക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് എല്ലാം പൊട്ടലൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. പൊടികളായിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായവുമാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി പൊടി കൂടെ ചേർത്തിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ബീട്രൂട്ടിൽ മാത്രമാണ് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ബീട്രൂട്ട് ഇട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അച്ചാറിൽ കുറച്ച് ഉപ്പ് കൂടുതൽ നിൽക്കുമ്പോഴാണ് കുറച്ച് നാളത് പ്രിസർവ് ആയി ഇരിക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ചധികം നാളൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വിനീഗറും കൂടെ ചേർക്കാം. നമ്മൾ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര പൊടിച്ചും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നാളൊക്കെ കേടാകാതെ ഇരിക്കണമെങ്കിൽ വിനീഗർ ചേർക്കുന്നത് ഒന്നുകൂടെ നല്ലതാണ്. വിനീഗർ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ജാറുകളിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. 1-2 ദിവസം പുറത്ത് വെച്ചിട്ട് ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഈ ബീട്രൂട്ട് അച്ചാർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്